പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 43. ആദ്യ തിരികെ വരുമ്പോൾ ശരണ്യ എഴുതിക്കൊടുത്ത ഓയിൽമെൻറ്റും ടാബ്ലറ്റും വാങ്ങിയിരുന്നു. റൂമിന് പുറത്തുനിന്ന് അമ്മയെ വിളിച്ച് അത് കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അകത്തേക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞെത്തി. മിഴികളെങ്ങോ പായിച്ച് ആലോചനയോടുകൂടി ഇരിക്കുന്നവളെ കണ്ടപ്പോൾ നെഞ്ചു പിടഞ്ഞുപോയി. അമ്മ തന്നെ ഈ ടാബ്ലറ്റ് അവളെ കൊണ്ട് കഴിപ്പിക്കണം. മുറിവിലും ചതവിലുമൊക്കെ ഓയിൽമെൻറ്റ് പുരട്ടിക്കൊടുക്കണം. ആ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ മംഗലത്തമ്മ ഡോർ ചാരി അവളുടെ അടുത്തേക്ക് പോയി. അമ്മയുടെ കയ്യിലിരിക്കുന്ന മരുന്നും മറ്റും കണ്ടപ്പോൾ ബാല ഒരു നിമിഷം അവരുടെ മുഖത്തേക്ക് നോക്കി. തന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മ പോലും കാണിക്കാത്ത സ്നേഹമാണ് ഇവരിപ്പോൾ തനിക്ക് നൽകുന്നത്. ആലോചിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾ വാശിയോടുകൂടി ഇരു കണ്ണുകളും അമർത്തി തുടച്ചു. ആ സ്ത്രീക്ക് വേണ്ടി ഇനി ഒരിക്കലും തൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കില്ലെന്ന് അവൾ ആ നിമിഷം ശപഥം ചെയ്തു. മോൾ എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റ്, അമ്മ മരുന്ന് പുരട്ടിത്തരാം. അമ്മയുടെ മുന്നിൽ ടോപ്പ് അഴിച്ചു മാറ്റി നിൽക്കുന്നത് ആലോചിച്ചപ്പോൾ അവൾക്ക് വിഷമം തോന്നി. പക്ഷേ എങ്കിലും തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ തനിക്കിപ്പോൾ അമ്മയേക്കാൾ പ്രിയപ്പെട്ടതാണ്. അത്രമാത്രം അവർ ഒരു മകളെപ്പോലെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അതിനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ടോപ്പ് അഴിച്ചു മാറ്റി. ശരിക്കും പറഞ്ഞാൽ മംഗലത്തമ്മ ഞെട്ടിപ്പോയി ആ കാഴ്ചയിൽ. വെളുത്തു തുടുത്ത ശരീരത്തിൽ കരിനീരിച്ച പാട് പോലെ വട്ടത്തിൽ കിടപ്പുണ്ട്. പല്ലുകളുടെ പാടുകളും നല്ലവണ്ണം ആഴ്ന്നിട്ടുണ്ട്. വിരലിൽ മരുന്ന് പുരട്ടി ഇടുന്നേരം അറിയാതെ അവരുടെ കണ്ണുകൾ ഒഴുകിപ്പോയി. മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുന്നവളുടെ കൺപീലികളെ തോൽപ്പിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ട്. പുറത്തു കേൾക്കാതിരിക്കാനായി ചുണ്ട് കടിച്ചു പിടിച്ച് അവളുടെ അവസ്ഥ കണ്ട് മംഗലത്തമ്മ ബാലയുടെ മുഖം അമർത്തി തുടച്ചു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മയുടെ പൊന്നുമോള് കരയാതെ. ഇരുവരും പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും ക്രൂരത ഈ കൊച്ചിനോട് കാണിച്ച ശ്രീധരനെ മനസ്സാ ശപിച്ചിരുന്നു മംഗലത്തമ്മ. അപ്പോൾ കഴുത്തിലും ഇടുപ്പിലുമൊക്കെ മരുന്ന് പുരട്ടിക്കൊടുത്തു. കഴിക്കാനുള്ള ടാബ്ലറ്റും അവളെ കഴിപ്പിച്ചു. ആ ടോപ്പ് വീണ്ടും വലിച്ചു കയറ്റിയാൽ മരുന്നെല്ലാം അപ്പാടെ അതിൽ പറ്റിപ്പോകും. മാറി ഉടുക്കാനാണെങ്കിൽ മറ്റൊരു ഡ്രസ്സും ഇവിടെ ഇല്ല. അടുത്തിരിക്കുന്ന ബെഡ്ഷീറ്റ് അവളുടെ പുറത്തേക്ക് മൂടിയിട്ടുകൊണ്ട് മംഗലത്തമ്മ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അച്ചു, ബാലമോൾക്കിടാനായി ലൂസായ ഡ്രസ്സ് എന്തെങ്കിലും വേണം. ആദ്യ വേഗം മുറിയിലേക്ക് പോയി അവൻ്റെ ഒരു ട്രാക്ക് പാൻറ്റും ഷർട്ടുമായി വന്നു. അമ്മ തൽക്കാലം ഇതിടീക്ക്, നേരം വെളുത്തിട്ട് നമുക്ക് ഡ്രസ്സും മറ്റും വാങ്ങാം. ഡ്രസ്സുമായി അകത്തേക്ക് കയറുമ്പോഴും ബാല അതേ ഇരിപ്പാണ്. മംഗലത്തമ്മ തന്നെയാണ് ആ ഷീറ്റ് മാറ്റി അവളെ ഷർട്ട് ഇടിയിച്ചത്. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യ സോഫയിൽ തന്നെ ഇരിപ്പുണ്ട്. അച്ചു, നീ ഇന്ന് മോനൂട്ടനോടൊപ്പം റൂമിൽ കിടക്ക്, ഞാൻ ബാലമോളോടൊപ്പം കിടക്കാം. അമ്മേ, അവൾ ആദി ബാക്കി ചോദിക്കാനാവാതെ നിർത്തി. കുഴപ്പമില്ല, അമ്മ നോക്കിക്കൊള്ളാം. അവൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് മംഗലത്തമ്മ പറഞ്ഞു. ഓക്കെ ആകും, അവള് പഴയ ബാലയാകും. നിന്റെ സ്നേഹം മനസ്സിലാക്കും, അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഇനി ആർക്കും വിട്ടുകൊടുക്കാതെ ഈ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊള്ളണം. അതിനിനി നിനക്ക് കഴിയും അച്ചു. അത്രയും മതിയായിരുന്നു ആദിക്ക്. ഇനി ഒരു ശക്തിക്കും അവളെ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിക്കാൻ. ലൈറ്റ് അണയുന്നതും മംഗലത്തമ്മൻ തൻ്റെ അടുക്കൽ വന്ന് കിടക്കുന്നതും ബാല അറിയുന്നുണ്ടായിരുന്നു. ചായാൻ ഒരു തോള് കിട്ടിയ ആശ്രയത്തിൽ മുഖം അവരുടെ നെഞ്ചിൽ അമർത്തി പിടിച്ചു ബാല. നെഞ്ചിൽ ബാലയുടെ കണ്ണുനീര് പടരുമ്പോൾ അമ്മ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. അവളുടെ സങ്കടം മുഴുവനും കരഞ്ഞു തീർക്കട്ടെയെന്ന് മംഗലത്തമ്മയും കരുതി. തോളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൾക്ക് ആശ്വാസം പകർന്നു. എപ്പോഴോ അവളുടെ ശ്വാസത്തോളം ക്രമത്തിലാകുന്നത് അവരറിഞ്ഞു. അതിനുശേഷമാണ് മംഗലത്തമ്മ ഉറങ്ങിയത്. ആദിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല, തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന തൻ്റെ പ്രണയത്തെ ഓർത്ത്. പാതിരാത്രിയോടടുത്തപ്പോൾ റൂം തുറക്കുന്ന ശബ്ദം കേട്ട് ആദി അമ്മയുടെ റൂമിന് മുന്നിലേക്ക് വന്നു. ഡോർ പതിയെ നോക്ക് ചെയ്തു. മംഗലത്തമ്മ എഴുന്നേറ്റ് വന്ന് സംശയത്തോടു കൂടി മകൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചാവിയും എടുത്തുകൊണ്ട് അവൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ മംഗലത്തമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞു. ബാല ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. മംഗലത്തമ്മ സോഫയിലേക്ക് ചെന്നിരുന്നു. ആദി വലിച്ചെറിഞ്ഞിടത്തു നിന്നും എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വരാന്തയിൽ കയറി കിടക്കുകയാണ് ശ്രീധരൻ. ഇരുളിൻ്റെ മറവിലൂടെ ആദി മുറ്റത്തെത്തി. കയ്യിലിരുന്ന തോർത്തുകൊണ്ട് അയാളുടെ വാ മൂടിക്കെട്ടിയതിനു ശേഷം
വലിച്ചിഴച്ച് മുറ്റത്തേക്ക് കിടത്തി. ശബ്ദം പുറത്തു വരാതിരിക്കുന്നതിനായി വായിൽ കയ്യിൽ കരുതിയിരുന്ന ടേ പൊട്ടിച്ച് തോർത്തിനെ വലിച്ചെറിഞ്ഞു. എൻ്റെ പെണ്ണിനെ തൊട്ട് നിന്റെ കൈ വലിച്ചൊടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രീധരൻ്റെ വലത് കൈ പിന്നിലേക്ക് വലിച്ച് ഒടിച്ചിരുന്നു ആദി. കിടന്നിടത്തു നിന്ന് ശ്രീധരൻ പുളഞ്ഞു പോയി. പക്ഷേ ശബ്ദം പൊടിപോലും പുറത്തേക്ക് വന്നില്ല. അവൻ്റെ 2 കൈയും വലിച്ചൊടിച്ചു ആദി. കൈ മുറുക്കി ബലമായി അയാളുടെ മൂക്കിലേക്കിടിച്ചു. ഒടുവിൽ കാണാൻ വയ്യാത്ത വിധം മുഖം രക്തത്തിലേക്ക് കുളിച്ചു. അത്രയും ആയപ്പോഴേക്കും ശ്രീധരൻ്റെ ബോധം പോയി. നേരെ മുറ്റത്തു നിന്നും താഴേക്കിറങ്ങുന്ന ഉതുക്കിനിപ്പുറത്തെ താഴ്ചയിലേക്ക് ശ്രീധരനെ വലിച്ചെറിഞ്ഞു ആദി. വായിൽ ഒട്ടിച്ചിരുന്ന ടേപ്പ് അഴിച്ചു മാറ്റി ട്രാക്കിനുള്ളിൽ വച്ചു. ഇപ്പോൾ കക്കുന്ന നിലയിലാണ് ശ്രീധരൻ. ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടാലും മുകളിൽ നിന്ന് കാൽവഴുതി വീണതാണെന്നേ തോന്നൂ. വീടെത്തുമ്പോൾ അമ്മ തന്നെയും കാത്ത് ഉറങ്ങാതെ ഇരിപ്പുണ്ട്. ആദി കണ്ടതും മംഗലത്തമ്മയ്ക്ക് സമാധാനമായി. അവർ ബാലയുടെ അടുത്തേക്ക് പോയി കിടന്നു. ആദി ഡ്രസ്സ് മാറി ഫ്രഷായി മോനൂട്ടൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അവനും വല്ലാത്ത സമാധാനം തോന്നി. കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും അയാളിനി കിടക്കുന്നിടത്ത് നിന്നും എഴുന്നേൽക്കില്ല. അതിനുള്ള പണി കൊടുത്തിട്ടുണ്ട്. ഇനി തൻ്റെ പെണ്ണിൻ്റെ നേർക്കൊരു നോട്ടം അയാളിൽ നിന്നുണ്ടായാൽ പിന്നെ അയാൾ അടുത്ത പ്രഭാതം കാണില്ല. അത് ആദ്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. രാവിലെ പതിവിലും വൈകി എല്ലാവരും ഉണരുമ്പോൾ മംഗലത്തമ്മ അടുക്കളയിൽ ചെല്ലുമ്പോൾ ആദി എഴുന്നേറ്റ് ചായയ്ക്കുള്ള വെള്ളം തിളപ്പിക്കുന്നു. പതിവില്ലാതെ അവനെ അടുക്കളയിൽ കണ്ടപ്പോൾ മംഗലത്തമ്മയ്ക്ക് ചിരി വന്നു. അമ്മയുടെ കളിയാക്കൽ മനസ്സിലാക്കിയതുപോലെ ആദി മുഖം ഗൗരവത്തിലാക്കി. അമ്മ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോയി നോക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി കമലത്തെ നോക്കുകയാണെന്ന്. ആദിക്ക് അത് കാണുമ്പോൾ ചിരിയാണ്. അമ്മ ഇത് ആരെയായി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്? കമലം വരാനുള്ള സമയമായല്ലോ അച്ചു. ഇതുവരെ കണ്ടില്ല. ഞാൻ അതാണ് നോക്കുന്നത്. അതാണോ കാര്യം? ഞാൻ ഇന്നലെ തന്നെ അവരോട് വിളിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. മംഗലത്തമ്മ ആദിയെ സൂക്ഷിച്ചു നോക്കി. അമ്മ എന്നെ നോക്കണ്ട. ആ സ്ത്രീയുടെ നാവ് വെറുതെ ഇരിക്കില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ വെറുതെ ബാലയെ സങ്കടപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ വിളിച്ചിട്ട് അവരോട് വരണ്ടെന്ന് പറഞ്ഞത്. അതും ശരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല. കണ്ണ് തെറ്റിയാൽ അപ്പോൾ ബാലമോളുടെ പിന്നാലെ ഓടുന്നത് കാണാം. തൽക്കാലം 1-2 ദിവസത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം അവരെ വിളിക്കാം. എന്തായാലും എൻ്റെ മോനിപ്പോൾ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ. അവൾ എന്തിയേ അമ്മേ? എഴുന്നേറ്റില്ലേ? ഇന്നലെ രാത്രി ഒരുപാട് വൈകിയല്ലേ അച്ചു ഉറങ്ങിയത്? ഇടയ്ക്ക് നല്ലവണ്ണം പനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗുളിക കൊടുത്ത് കിടത്തി. അമ്മ എന്താ എന്നെ വിളിക്കാത്തത്? ആദ്യം 1 ഗ്ലാസ് ചായ അമ്മയുടെ കയ്യിൽ വെച്ചിട്ട് വേഗം റൂമിലേക്ക് ചെന്നു. മൂടി പുതച്ച് കിടക്കുന്നവളുടെ അടുത്തേക്കിരുന്നു കൊണ്ട് നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോൾ പൊള്ളുന്ന ചൂട്. പനിയുണ്ടമ്മേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഇന്നലെ ഇത്രയൊക്കെ സംഭവം നടന്നതല്ലേ അച്ചു. അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. വെറുതെ ഇനി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആൾക്കാർക്ക് അതൊരു കാഴ്ചവസ്തുവാകും. അമ്മ ഒന്ന് നോക്ക്. കുറവില്ലെങ്കിൽ ശരണ്യയെ വിളിക്കാം. എന്തിനാ അച്ചു നിനക്ക് ഇത്രയും വെപ്രാളം? അവളിപ്പോൾ ഇവിടത്തെയല്ലേ? നിന്റെ അടുത്ത് തന്നെ ഇല്ലേ? ആദ്യം ഞാനൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തട്ടെ. 1-2 തവണ തട്ടി വിളിക്കുമ്പോഴാണ് ബാല കണ്ണു തുറന്നത്. പെട്ടെന്ന് ഞെട്ടി അവൾ ചുറ്റും പരതി നോക്കി. പിന്നീടാണ് എവിടെയാണെന്ന് മനസ്സിലായത്. എഴുന്നേറ്റിരിക്കുമ്പോൾ മംഗലത്തമ്മ അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈ ചേർത്ത് നോക്കി. നന്നായി പനിക്കുന്നുണ്ടല്ലോ മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? മംഗലത്തമ്മ ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്ന് തലകുലുക്കി. ഇന്നലെ വന്ന ശരണ്യ ഡോക്ടറോട് ഇതുവരെ വരാൻ പറയട്ടെ? വല്ലാതെ സങ്കടം വന്നു ബാലയ്ക്ക്. എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ അമ്മേ? ചോദിക്കുമ്പോൾ ഒച്ച ഇടറിപ്പോയി അവളുടെ. എന്തിനാ മോളെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? നീ ഞങ്ങൾക്കൊരിക്കലും ബുദ്ധിമുട്ടല്ല. മറിച്ച് നീ ഇവിടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. എഴുന്നേറ്റ് ഫ്രഷായി വാ, അമ്മ ചായ എടുക്കാം. ബാല എഴുന്നേറ്റ് നിന്നപ്പോൾ വേച്ചുപോയി. മംഗലത്തമ്മ പെട്ടെന്ന് പിടിച്ചതുകൊണ്ട് അവൾ വീഴാതെ നിന്നു. എന്നാൽ ഒരടി പോലും മുന്നോട്ട് നടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താ മോളെ, എന്ത് പറ്റി? വെപ്രാളത്തോടുകൂടി മംഗലത്തമ്മ ചോദിച്ചു. അറിയില്ലമ്മേ, വലത് കാലിന് വല്ലാത്ത വേദന. ഇന്നലത്തെ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇടിക്കുകയോ തട്ടുകയോ ചെയ്തോ? അപ്പോഴാണ് ബാല അക്കാര്യം ഓർത്തത്. ശ്രീധരൻ അവളെ പിടിച്ച് തള്ളുമ്പോൾ റൂമിലുണ്ടായിരുന്ന മേശയിലിടിച്ച് വീഴാതെ നിന്നു. തുടഭാഗത്ത് തന്നെയാണ് വേദനയും. മംഗലത്തമ്മ പതിയെ അവളെ പിടിച്ച് ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും
ബാലയ്ക്ക് കാലനക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അച്ചുവിനെ വിളിക്കാം. അവൻ മോളെ വാഷ്റൂമിലാക്കി തരും. ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോരെ? വേണ്ടമ്മേ, സാറിനെ വിളിക്കണ്ട. ഞാൻ പതിയെ പിടിച്ചു നടക്കാം. ആദിയെ വിളിക്കാൻ സമ്മതിക്കാതെ അവൾ തടഞ്ഞപ്പോൾ മംഗലത്തമ്മയും കൂടി ശ്രമിച്ചവളെ ഒരു വിധത്തിൽ ബാത്റൂമിനുള്ളിലാക്കി. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് കൈയും കെട്ടി നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ അവൾ പിന്നിൽ നിൽക്കുന്ന അമ്മയെ നോക്കി. ഒന്നാമത് വയ്യാതിരിക്കുന്നു, അതിൻ്റെ കൂടെ ഇനി വീഴുകയും കൂടി ചെയ്താൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാകും ബാല. ഈ വാശിയൊന്ന് മാറ്റിവെക്ക്. ആദ്യ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് പതിയെ കട്ടിലിൽ കൊണ്ടിരുത്തി. കയ്യിലിരുന്ന ചതവിലടിക്കാനുള്ള സ്പ്രേ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഡോർ ലോക്കാക്കി അവൻ പുറത്തേക്കിറങ്ങി. ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് ചതവ് പറ്റിയ ഭാഗം അമ്മയെ കാണിക്കാൻ ബാല തയ്യാറായത്. അവളെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ വീഴാതെ ബാലൻസ് ചെയ്ത് നിന്നത് ആ മേശമേൽ പിടിച്ചിട്ടായിരുന്നു. ആ മേശയിൽ വെച്ച് തന്നെയായിരുന്നു അയാളുടെ ബാക്കി അഭ്യാസവും. വട്ടത്തിൽ നീരിച്ചു കിടക്കുന്ന തുടഭാഗം കണ്ടപ്പോൾ മംഗലത്തമ്മയ്ക്ക് ശരിക്കും വിഷമം തോന്നി. വേദനയ്ക്കുള്ള സ്പ്രേ അടിച്ചു കഴിഞ്ഞ് അവളെ ചായ കുടിക്കുന്നതിനായി വിളിച്ചുവെങ്കിലും ആ റൂമിൽ തന്നെ ഇരുന്നു കൊള്ളാമെന്ന് ബാല വാശി പിടിച്ചു. അന്നേരമാണ് ആദ്യ റൂമിനകത്തേക്ക് കയറിയത്. പിടിച്ച പിടിയാലെ അവളെ ഡൈനിങ്ങിലേക്ക് കൊണ്ടുവന്നു. ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ റൂമും അടച്ചിരിക്കുന്നതിന് വേണ്ടി ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എല്ലാവരിൽ നിന്നും ഓടി ഒളിക്കാൻ ഇങ്ങനെയൊരു ശ്രമം? ആരിൽ നിന്നും ഒളിച്ചു താമസിക്കേണ്ട ആവശ്യമില്ല ബാല. നീ തല ഉയർത്തി തന്നെ നിൽക്കണം. ശ്രീബാല എവിടെയും എപ്പോഴും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? കർക്കശത്തോടു കൂടിയുള്ള ആദിയുടെ ആ സംസാരം കേട്ടപ്പോൾ ബാല മുഖമുയർത്തി അവനെ നോക്കി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.